നമസ്കാരം സുഹൃത്തുക്കളെ, ചെറുതേനീച്ചയുടെ മറ്റൊരു വീഡിയോയുമായി ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെറുതേനീച്ചയുടെ ഒരു കൂടിൽ ഒരു കെണി ഒരുക്കാൻ പോവുകയാണ്. എൻ്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കൂടുണ്ട്, മതിലിൻ്റെ അകത്തൊരു കൂടുണ്ട്. അപ്പോൾ ആ കൂടിനെ നമ്മൾ തടി ബോക്സിൽ എത്തിക്കാൻ വേണ്ടിയായിട്ടൊരു അതിനൊരു ട്രാപ്പ് വെച്ച് കൊടുക്കാൻ പോവാണ്. അതൊക്കെ വീടിൻ്റെ പരിസരത്ത് ഇതുപോലത്തെ മതിൽ കെട്ടുകളുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലത്തെ ചെറുതേനീച്ച കോളനികൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കോളനികൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ, നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് സ്വന്തം എങ്ങനെ ആകാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന സാധനങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യമായി ഏറ്റവും അത്യാവശ്യം നിങ്ങൾക്ക് ഇങ്ങനത്തെ 2 തടി ബോക്സാണ്, 2 വേണം. ഇത് ഇലക്ട്രിക് കടയിലൊക്കെ കിട്ടും, ഇലക്ട്രോണിക്സ് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്ന കടയിൽ ഇതുണ്ടാവും. ഇത് 10x4 ഇതിൻ്റെ സൈസ്. അപ്പോൾ ഇങ്ങനത്തെ 2 തടി ബോക്സ് നിങ്ങൾ വാങ്ങിക്കുക. അതിലിങ്ങനെ ഹോൾ ചെയ്യുക, രണ്ടിലും ഹോൾ ഇടണം. അതെന്തിനാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ വരുമ്പോൾ കാണിച്ചു തരാം. ഈ ഹോളിലേക്ക് ഇങ്ങനെ കയറുന്ന സൈസിന് ഒരു ട്യൂബും സെറ്റ് ചെയ്യുക. ഈ ട്യൂബിൻ്റെ ഈ അറ്റം നമ്മൾ കൂടിൻ്റെ എൻട്രൻസിലേക്ക് കൊടുക്കും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ വരുമ്പോൾ കാണും. പിന്നെ ഇങ്ങനത്തെ ഒരു ഷീറ്റ്, മഴ അടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ഷീറ്റ്, കുറച്ച് ആവശ്യത്തിന് സൈസിനൊരു ഷീറ്റ് എടുക്കുക. പിന്നെ ഈ ട്യൂബ് നമ്മളിപ്പോൾ വയ്ക്കുന്ന ഈ കൂടിൻ്റെ മുകളിലായിട്ട് ഒരു വാട്ടർ ഹോസ് ഉണ്ട്, വെള്ളം വരുന്നൊരു ഹോസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം നേരെ ഡയറക്റ്റ്ലി ഇതിലേക്ക് കുത്തി വീഴാതിരിക്കാൻ വേണ്ടി ഇത് വെച്ചിട്ട് ഞാനതിന് വെള്ളത്തിൻ്റെ വഴി മാറ്റി വിടാൻ വേണ്ടിയാണ് ഇതുള്ളത്. ഇത് മുറിച്ചിട്ട് അവർ സെറ്റ് ചെയ്യും. പിന്നെ സാധാരണ സെല്ലോ ടേപ്പും, പിന്നെ വെയിലും മഴയൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി അതിനൊരു ഷീറ്റ്, ഒരു പോളികാർബണേറ്റ് ഷീറ്റ്, ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് വെക്കാൻ വേണ്ടി കുറച്ച് കെട്ടുകമ്പിയുണ്ട്. ഞാൻ മറന്നുപോയ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്, എംസിയിലും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബോക്സിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കാനായിട്ട് സെല്ലോ ടേപ്പ് ഉപയോഗിക്കുകയാണ്. ഇത് കൂട്ടി യോജിപ്പിക്കുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിലൂടെ ഉറുമ്പൊന്നും ഇതിൽ കയറാതിരിക്കാനും വേണ്ടി കൂടെയാണ് നമ്മൾ സെല്ലോ ടേപ്പ് ഇതിലൊട്ടിക്കുന്നത്. സത്യം പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കാൻ നമുക്കിത് മാത്രം പോരാ, നമ്മൾ കെട്ടുകമ്പി വെച്ച് ഇതിനെ ഒന്ന് കെട്ടി ബലപ്പെടുത്തണം. നമ്മൾ ആ ബോക്സിനെ കെട്ടുകമ്പി വെച്ച് കെട്ടി സെറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഇതിനെ ഈ മതിലിലേക്ക് 2 ആണി കൊടുത്ത് കെട്ട് കമ്പി വെച്ച് ഇതിനെ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നേരത്തെ കണ്ട ആ തടി ബോക്സ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതിന് ഈ കവർ വെച്ച് മറച്ചിട്ടുമുണ്ട്. നമ്മൾ ഇത് വെച്ച് തന്നെ നമുക്കിപ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫൈനലായിട്ട് ഈ ട്യൂബിനെ ഇതിലേക്ക് വെക്കാൻ പോവാണ്. ഈ ട്യൂബിനെ നമ്മൾ ഈ ബോക്സിൻ്റെ ഇവിടെയും അതിൽ നമ്മളിട്ട് കൊടുത്ത ഹോളിലോട്ടും, മറ്റേ ട്യൂബിൻ്റെ ഈ സൈഡ് നമ്മൾ ഇവരുടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന എൻട്രൻസിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അവിടെയുള്ള ഇതിനെ നമ്മൾ ഇളക്കി മാറ്റിയിട്ട് നമ്മൾ ഈ എൻട്രൻസിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്യൂബിനെ എംസിയിൽ വെച്ച് ഇവിടെ അടച്ചിട്ടുണ്ട്, അവിടെ അടച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഇതിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ ഇവർ നടക്കുന്നുണ്ട്. ഈ ട്യൂബ് നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് ട്യൂബ് തന്നെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവർ അകത്തുകൂടെ പോകുന്നുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇങ്ങനത്തെ ട്യൂബ് എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ അകത്തൂടെ ഒരാൾ ഇറങ്ങി പുതിയ കൂടിൻ്റെ ഇങ്ങനെ ഇതിലോട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അവരുടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന കോളനിയുടെ എൻട്രൻസിൽ നിന്നും നമ്മളൊരു ട്യൂബ് വഴി ഈ ബോക്സിലേക്ക് ഇപ്പം കൊടുത്തേക്കാണ്. അപ്പോൾ അവർക്കിപ്പം പോകാനും വരാനും ഉള്ള ആകെപ്പാടുള്ള വഴി എന്ന് പറയുന്നത് ഞാനിപ്പോൾ വെച്ച് കൊടുത്തേക്കുന്ന ബോക്സിൻ്റെ എൻട്രൻസാണ്. അപ്പോൾ അവരിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. അവരിപ്പോൾ ഇവിടെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. കാരണം അവരുടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന കോളനിയുടെ എൻട്രൻസ് അവർക്ക് കാണാനില്ലാത്തതുകൊണ്ട് അവരിവിടെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് പറക്കുന്നുണ്ട്. പക്ഷേ നാളത്തേക്ക് അവർ ഈ പുതിയ എൻട്രൻസ് കണ്ടുപിടിച്ചോളും. പിന്നെ പതുക്കെ അതിൻ്റെ അതോട്ട് കയറിക്കോളും. പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ, അവർ ഓൾറെഡി ഉണ്ടായിരുന്ന എൻട്രൻസിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വാക്സ് എടുത്ത് ഞാനിപ്പോൾ ഈ ബോക്സിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് അവരുടെ പഴയ കോളനീൻ്റെ സെൻറ്റ് മനസ്സിലാക്കി ഇതിലേക്ക് എത്താൻ വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ കോളനി ഇപ്പോൾ നമ്മൾ വച്ചു കൊടുക്കുന്നതിൻ്റെ ആ ബോക്സ് ഇപ്പോൾ വച്ചു കൊടുത്തേക്കുന്നതിൻ്റെ ഡയറക്റ്റ് മേളിലായിട്ട് ആ വാവ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന്
വെള്ളം കുത്തനെ ഇതിലേക്ക് ഒഴിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ഒരു റബ്ബർ ട്യൂബ് വെച്ച് വെള്ളത്തിനെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്ത് ഇതുപോലൊരു കോളനി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാന്നുള്ളേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 6 മാസത്തിന്റെ അകത്ത് ഇതൊരു കോളനിയായി മാറും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാ വർഷവും അതിൽ നിന്ന് നിങ്ങൾക്ക് തേനെടുക്കാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. ചെറുതേനീച്ച കൃഷിയിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊരു ഇൻഫർമേഷൻ തരുന്നൊരു വീഡിയോ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീണ്ടും ഇനിയും വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വരേക്കും ബൈ ബൈ. താങ്ക്സ് കണ്ടതിന്.